16 ദിവസത്തെ ചടങ്ങുകൾ കൂടി കഴിഞ്ഞതോടെ ബന്ധുക്കളെല്ലാവരും പിരിഞ്ഞു പോയിരുന്നു. സ്വത്തെല്ലാം ഭാഗം വെച്ചതിനാൽ തന്നെ ഇനിയൊന്നും കിട്ടാൻ സാധ്യതയില്ലാതെ വേഗം പോയതാവാമെന്ന് ധ്വനി ചിന്തിച്ചപ്പോൾ അതേ ചിന്തയിൽ തന്നെയായിരുന്നു അനന്തനും. നാളെ രാവിലെ നമുക്ക് പുറപ്പെടണം. അനന്തൻ പറഞ്ഞപ്പോൾ ധ്വനി എവിടേക്കാണെന്ന് പോലും ചോദിച്ചില്ല. അങ്ങനെയൊരു ചോദ്യം അനന്തൻ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ പോലും. അപ്പേ വീട്. ധ്വനിയുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. എന്നും വന്ന് തൂത്ത് തുടച്ചിടാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ താക്കോൽ അയാളെ ഏൽപ്പിക്കാം. അനന്തൻ പറഞ്ഞപ്പോൾ അസ്ഥിത്തറയിൽ മുനിഞ്ഞു കത്തുന്ന വിളക്കിലേക്ക് അവൾ ഒന്ന് നോക്കി. ഇതും അയാൾ ചെയ്തോളും. പിന്നെ ഒന്നും പറയാതെ അവൾ അകത്തേക്ക് നടന്നു. താനൊന്നും ഫുഡ് ഉണ്ടാക്കണ്ട, നമുക്ക് പുറത്തു പോയാലോ? തലയാട്ടി സമ്മതിച്ചുകൊണ്ട് ധ്വനി ഇരുന്നു. ബാഗിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളും അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോകളും അവൾ എടുത്തു വെച്ചു. 9 മണി ആയതോടെ അനന്തൻ റെഡിയായി വന്നു. പോകാം. അവൾ മുടി ക്ലിപ്പ് ചെയ്തിട്ട് അവനെ നോക്കി തലയാട്ടി. നമുക്ക് തട്ടുകടയിൽ നിന്ന് ദോശ കഴിച്ചാലോ? ശരി. അവൾ പറഞ്ഞതും അവൻ വണ്ടി വഴിയോരത്തോട് കടയിൽ നിർത്തി. ഭക്ഷണം കഴിച്ച് തിരികെ വരുമ്പോഴും ധ്വനി ഒന്നും മിണ്ടിയില്ല. അനന്തനൊന്നും ചോദിക്കാനും പോയില്ല. ചേച്ചി, ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇവിടേക്ക്. പോകാനിറങ്ങുമ്പം ധ്വനി അടുത്ത വീട്ടിൽ അജിത ചേച്ചിയോട് പറഞ്ഞു. അവൾ അവരുടെ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഈ സമയം അനന്തൻ അവളുടെ ബാഗ് എടുക്കാൻ തുനിഞ്ഞെങ്കിലും അവൾ വിലക്കിക്കൊണ്ട് സ്വയം ബാഗ് എടുത്ത് കാറിൽ വെച്ചു. അനന്തൻ്റെ കാർ അവിടെ നിന്ന് അകലുമ്പോഴും ധ്വനിയുടെ കണ്ണുകൾ അച്ഛനെയും അമ്മയെയും അടക്കിയ സ്ഥലത്തായിരുന്നു. അവിടെ മുളച്ചു തുടങ്ങിയ ചെടികൾ ഇളം കാറ്റിൽ പതിയെ തലയാട്ടിക്കൊണ്ടിരുന്നു. ധ്വനി പ്രതീക്ഷിച്ചതുപോലെ അനന്തൻ്റെ വണ്ടി നിന്നത് ദത്തൻ്റെ മഠത്തിലായിരുന്നു. ഓഫീസ് മുറിയിൽ അവരെ പ്രതീക്ഷിച്ചെന്ന പോലെ ഇരിക്കുന്ന ദത്തനെ കണ്ടതും ധ്വനി ഒന്ന് പുഞ്ചിരിച്ചു. വിഷമിക്കേണ്ട എന്ന് ഞാൻ പറയില്ല ധ്വനി. പക്ഷേ താൻ ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ കരഞ്ഞു നടന്ന അവരുടെ ആത്മാവിന് പോലും സങ്കടമായിരിക്കും. മറുപടി പറയാതെ ധ്വനി തല കുനിച്ചിരുന്നു. പിന്നെ ധ്വനിയെ ശ്രീദേവി അമ്മ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ നല്ല കൂട്ടായതല്ലായിരുന്നോ? വേഗം ചെല്ല്. അത് കേട്ടതോടെ അനന്തനെ ഒന്ന് നോക്കി ധ്വനി മുറിയിലേക്ക് നടന്നു. അവൾ നടന്നു മറയുന്നത് വരെ അനന്തൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു. അത് കണ്ട ദത്തൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ അനന്ത, നല്ല മാറ്റമുണ്ട്. ഇനി ഏറിയാൽ 5-6 മാസം കൂടി, അതിനുള്ളിൽ പഴയ ഓർമ്മകൾ അമ്മയിൽ തെളിയും. അതോടെ തനിക്ക് കൊണ്ടുപോകാം അമ്മയെ. മരുന്നുകളോട് നന്നായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ ധ്വനിയെ കാണാതെ നല്ലോണം ദേഷ്യം പിടിച്ചിരുന്നു. അതൊക്കെ പോസിറ്റീവ് സൈനായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാനെന്നാ അമ്മയൊന്ന് കണ്ടിട്ട് വരാം. ഉടനെ പോകണം. ശരി. അനന്തൻ എഴുന്നേറ്റ് ഫോണ് പോക്കറ്റിലിട്ടുകൊണ്ട് ശ്രീദേവി അമ്മയുടെ മുറിയിലേക്ക് നടന്നു. ഇനി എന്നെ വിട്ടു പോകുമോ നീ? അമ്മയുടെ ചോദ്യത്തിനില്ലെന്ന് തലയാട്ടുന്ന ധ്വനിയെ കണ്ടാണ് അനന്തൻ ചെന്നത്. എന്നാ വാക്കുതാ, എന്നെ ഇട്ടിട്ട് നീ പോകില്ല എന്ന്. ശ്രീദേവി അമ്മ നീട്ടിയ കയ്യിലേക്ക് ധ്വനി സ്വന്തം കൈ ചേർത്ത് വെച്ചതും ആ അമ്മ അവളുടെ കയ്യിൽ ചുംബിച്ചു. അതോടെ ഒരു കരച്ചിലോടെ ധ്വനി അവരെ കെട്ടിപ്പിടിച്ച് മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. എന്നെ കാത്തിരിക്കാനും സ്നേഹിക്കാനും ഇനി ആരുണ്ടാവില്ലെന്നാണ് ഞാൻ കരുതിയത്. ഏങ്ങലടിച്ച് കരയുന്ന ധ്വനിയെ അനന്തൻ കൈകെട്ടി നിന്ന് കണ്ടു. അവൻ്റെ കണ്ണുകൾ അവരെ രണ്ടാളെയും ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയതോടെ ശ്രീദേവിയും ധ്വനിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാവുകയായിരുന്നു. ധ്വനി എടുത്തു കൊടുത്താലേ ശ്രീദേവി മരുന്നും ഭക്ഷണവും കഴിക്കാൻ കൂട്ടാക്കുകയുണ്ടായിരുന്നുള്ളൂ. പതിയെ ധ്വനി കിടപ്പും ശ്രീദേവിയുടെ മുറിയിലേക്ക് മാറ്റിയിരുന്നു. ധ്വനി കണ്ണാടിയിൽ നോക്കി ചന്ദനം ചാർത്തി കൊടുക്കുമ്പോൾ ശ്രീദേവി രണ്ടാളുടെയും മുഖത്തെ സാമ്യം കണ്ട് അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. എല്ലാ ആഴ്ചയും അനന്തൻ അമ്മയെ കാണാൻ വരുമായിരുന്നു മഠത്തിൽ. ആ സമയങ്ങളിലെല്ലാം ധ്വനി മഠത്തിനോട് ചേർന്നുള്ള ലൈബ്രറിയിൽ പോയിരിക്കും. അനന്തനുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യം. 1-2 തവണ ധ്വനിയെ അനന്തൻ അന്വേഷിച്ചിരുന്നു ദത്തനോട്. പിന്നെ അവനത് അന്വേഷിക്കാതെയായി. അമ്മയെ കണ്ട് ആ അരികിൽ ഇത്തിരി നേരം ഇരുന്ന് അവൻ മടങ്ങിപ്പോകുമ്പോൾ അറിയാതെ നോട്ടം ലൈബ്രറിയുടെ കെട്ടിടത്തിലേക്ക് പോകുമായിരുന്നു. ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞാണ് ഒരു വെളുപ്പിന് അനന്തന് മഠത്തിൽ നിന്ന് ദത്തൻ്റെ ഫോൺ വന്നത്. എത്രയും പെട്ടെന്ന് പുറപ്പെട്ട് മഠത്തിലെത്താൻ ദത്തൻ പറഞ്ഞതും AC-യുടെ തണുപ്പിലും അനന്തൻ വിയർത്തു കുളിച്ചു. കാര്യം എന്താണെന്ന് എത്ര ചോദിച്ചിട്ടും ദത്തൻ പറയാതിരുന്നതോടെ അനന്തൻ്റെ മനസ്സിൽ അസ്വസ്ഥതകൾ ഉടലെടുത്തു. ഇനി അമ്മയ്ക്കോ ധ്വനിക്കോ എന്തെങ്കിലും അസുഖമാണോ എന്ന് ചിന്തിച്ചിട്ട്
അവന് പിന്നെ ഉറക്കം വന്നില്ല. വേഗം തന്നെ മുഖം കഴുകി ബ്രഷ് ചെയ്ത് അടുക്കളയിൽ ചെന്ന് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചു അവൻ. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചെങ്കിലും അവൻ്റെ മനസ്സും ശരീരവും അതനുവദിക്കുന്നുണ്ടായിരുന്നില്ല. വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റി അനന്തൻ കാറെടുത്തു. എത്രയും വേഗം മഠത്തിലെത്താനായി കുതിക്കുകയായിരുന്നു അവൻ. പ്രാർത്ഥനാമുറിയിൽ നിന്ന് ജപം കഴിഞ്ഞിറങ്ങിയ ദത്തൻ കാറ് പാർക്ക് ചെയ്ത് ഓടി വരുന്ന അനന്തനെ കണ്ടൊരു നിമിഷം നിന്നുപോയി. ഇതെന്താ, വിമാനത്തിലാണോ വന്നത്? ഒരു ചിരിയോടെ ദത്തൻ ചോദിച്ചു. ദത്തേട്ടൻ വിളിച്ചിട്ട് പിന്നെ എനിക്കൊരു സമാധാനം കിട്ടിയില്ല, അതുകൊണ്ട് വേഗം പോന്നു. അമ്മയ്ക്കും ധ്വനിക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒറ്റ ശ്വാസത്തിലാണ് അവൻ ചോദിച്ചത്. ഏയ്, ഒരു കുഴപ്പമില്ല. പിന്നെന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അനന്തന് അമ്മയെ കാണണ്ടേ? വേണം. ദത്തൻ കൈ ചൂണ്ടിയ വഴിയെ നോക്കി അനന്തൻ അത്ഭുതപ്പെട്ടു പോയി. മഠത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ദേവീക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങി വരുന്ന ശ്രീദേവിയും ധ്വനിയും. സെറ്റ് സാരിയാണ് രണ്ടാളുടെയും വേഷം. ധ്വനിയോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി അനന്തൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. തൻ്റെ അമ്മയ്ക്കിപ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കുറേ കരഞ്ഞു. ധ്വനിയുടെ പ്രസൻസ് കൊണ്ട് ആ സിറ്റുവേഷൻ അവൾ ഹാൻഡിൽ ചെയ്തു നല്ലോണം. സത്യത്തിൽ എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു അനന്ത, ധ്വനിയോട് അരുതാത്തത് എന്തെങ്കിലും ശ്രീദേവി അമ്മ പറയുമോ എന്ന്. പക്ഷെ എല്ലാം കേട്ട് കുറേ കണ്ണീരൊഴുക്കി അവസാനം എല്ലാം ആക്സെപ്റ്റ് ചെയ്തു തൻ്റെ അമ്മ. 2 ദിവസമായി. ഇന്ന് തന്നോട് പറഞ്ഞാൽ മതിയെന്നാ ധ്വനി പറഞ്ഞത്. അനന്തേട്ടന് പിറന്നാൾ സമ്മാനായ അമ്മയെ കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ പേരിൽ വഴിപാട് നടത്തിയിട്ട് വരുന്ന വഴിയാ രണ്ടാളും. അനന്തൻ്റെ നോട്ടം കണ്ട് ദത്തൻ കൂട്ടിച്ചേർത്തു. അപ്പോഴേക്കും രണ്ടാളും നടന്ന് അവരുടെ അരികിലെത്തിയിരുന്നു. അനന്തേട്ടന് ചന്ദനം തൊട്ട് കൊടുക്കപ്പച്ചി. ധ്വനി പറഞ്ഞതും ശ്രീദേവി കയ്യിലെ ഇലയിൽ നിന്ന് ചന്ദനം തൊട്ടെടുത്ത് അനന്തൻ്റെ നെറ്റിയിൽ ചേർത്തി. പിന്നെ മോനെ എന്നൊരു തേങ്ങലോടെ അവനെ ചേർത്ത് പിടിച്ചു. അനന്തൻ്റെയും ശ്രീദേവിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അമ്മേ. അവൻ്റെ ആ വിളിയിൽ ആ അമ്മ വർഷങ്ങൾക്കിപ്പുറം തൻ്റെ മകനെ വാരിപ്പുണർന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ധ്വനി ഒരു പുഞ്ചിരിയോടെ ആ കാഴ്ച കണ്ടു നിന്നു. പിന്നെയൊന്ന് നിശ്വസിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ആ സമയം അത്രയും അനന്തനും അമ്മയും അവരുടെ സ്നേഹം പങ്കുവയ്ക്കുകയായിരുന്നു. അമ്മയുടെ മടിയിലേക്ക് കിടന്ന് ആ വയറിൽ മുഖം അമർത്തി അനന്തൻ ആനന്ദ കണ്ണീർ വാർക്കുമ്പോൾ ശ്രീദേവി അവൻ്റെ മുടിയിലൂടെ പതുക്കെ തഴുകി. നന്ദൂട്ടാ. ആ വിളിയിൽ അവൻ ഒന്നുകൂടി അമ്മയോട് ചേർന്നിരുന്നു. പോകാം അമ്മേ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക്. അമ്മയുടെ പേരാ നമ്മുടെ വീടിന്. അമ്മയ്ക്ക് വേണ്ടി നന്ദൂട്ടൻ എന്തൊക്കെയാ കാത്തു വെച്ചിരിക്കുന്നതെന്ന് കാണണ്ടേ? പോകാം. അനന്തൻ പയ്യെ അമ്മയുമായി ദത്തൻ്റെ അരികിലേക്ക് നടന്നു. ഓഫീസ് മുറിയിൽ എന്തൊക്കെയോ എഴുതുന്ന തിരക്കിലായിരുന്നു ദത്തൻ. അനന്തനെയും ശ്രീദേവിയെയും കണ്ടതോടെ അവനത് മാറ്റിവെച്ചു. അപ്പം പോകുവാണല്ലേ? ഒരു 2 മാസത്തേക്ക് കൂടി മരുന്ന് കാണും, അതുകൂടി മുടങ്ങാതെ സേവിച്ചാൽ മതി. ദത്തൻ പറഞ്ഞതിന് രണ്ടാളും തലയാട്ടി. എന്നാൽ പിന്നെ ദേ ഇവിടെ ഒരു സൈൻ ചെയ്തോളൂ. ദത്തൻ നീട്ടിയ രജിസ്റ്ററിൽ അനന്തൻ ഒപ്പുവെച്ചു. അമ്മേ, എല്ലാം എടുത്തു വെക്കണ്ടേ? അനന്തൻ അമ്മയോട് ചോദിച്ചു. അതല്ല, ഇന്നലെ തന്നെ ധ്വനിമോൾ എടുത്തു വെച്ചു മോനെ. ഞാനത് എടുത്തിട്ട് വരാം. ശ്രീദേവി ദത്തന് നന്ദി പറഞ്ഞ് മുറിയിലേക്ക് പോയി. അനന്തൻ ഒരു നന്ദി പറച്ചിലെന്ന പോലെ ദത്തനെ കെട്ടിപ്പിടിച്ചു. എനിക്കെന്ത് പറയണമെന്നറിയില്ല. ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ അമ്മയെ തിരിച്ചു തന്നതിൽ. ഒത്തിരി നന്ദി. അനന്തൻ ദത്തൻ്റെ കാലിൽ വീഴാൻ തുടങ്ങിയതും അയാളത് തടഞ്ഞ് അനന്തനെ ചേർത്ത് പിടിച്ചു. ശ്രീദേവി അവിടേക്ക് വന്നതും അനന്തൻ ദത്തനിൽ നിന്ന് മാറി. പോകാം അമ്മേ. ആ കുട്ടിയെ കാണുന്നില്ല നന്ദൂട്ടാ. ബാഗിൽ എൻ്റെ സാധനങ്ങൾ മാത്രമേ ആ കുട്ടി എടുത്തു വെച്ചിട്ടുള്ളൂ. മുറിയിലൊന്നും അവളെ കാണുന്നതുമില്ല. ചുറ്റും നോക്കിക്കൊണ്ട് ശ്രീദേവി പറഞ്ഞതും അനന്തൻ ദത്തനെ നോക്കി. ലൈബ്രറിയിലുണ്ടാവും. അനന്തൻ പോയി വിളിച്ചിട്ട് വാ. ദത്തൻ പറഞ്ഞതും അമ്മയെ ഒന്ന് നോക്കിയിട്ട് അനന്തൻ ലൈബ്രറിയിൽ ലക്ഷ്യമാക്കി നടന്നു. അതിനിടയിൽ വന്നൊരു കോള് കട്ട് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് നടന്നു. ദത്തൻ്റെ ഊഹം പോലെ അവൾ അവിടെ ഉണ്ടായിരുന്നു. അമ്പലത്തിൽ നിന്ന് വന്ന അതേ വേഷമായിരുന്നു. ജനലിൻ്റെ അരികിലുള്ള ഒരു മേശയിൽ തല ചായ്ച്ച് കിടക്കുകയായിരുന്നു ധ്വനി. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് കവിളിനെ നനച്ച് താഴോട്ട് ഇറങ്ങിയിരുന്നു. അനന്തൻ പതിയെ അവളുടെ തോളിൽ കൈവച്ചപ്പോഴേക്കും ധ്വനി പിടഞ്ഞെഴുന്നേറ്റിരുന്നു. കയ്യും കെട്ടി മുന്നിൽ നിൽക്കുന്ന അനന്തനെ നോക്കാനാകാതെ അവൾ മുഖം കുനിച്ചു. വേഗം തന്നെ കവിളിലെ നനവ് ഒപ്പിയെടുത്തു. അമ്മ അന്വേഷിക്കുന്നുണ്ട് തന്നെ. അനന്തൻ്റെ സ്വരം ശാന്തമായിരുന്നു.
പോകാറായല്ലേ? ഒന്ന് മൂളി മുന്നോട്ട് നടന്ന അനന്തൻ്റെ പിന്നാലെ ധ്വനിയും നടന്നു. നീ എന്താ ഇവിടെ വന്നിരുന്നത്? നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല എനിക്ക്. പറഞ്ഞപ്പോഴേക്കും ആ പെണ്ണിൻ്റെ ഒച്ചയിടറിയിരുന്നു. അതെന്താ, നീ വരുന്നില്ലേ ഞങ്ങളുടെ ഒപ്പം? ഇനി എൻ്റെ ആവശ്യമില്ലല്ലോ അനന്തേട്ടാ. ഏട്ടൻ്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? അമ്മയുടെ അസുഖം ഭേദമായി. പിന്നെ ഇനി എന്നെ ദ്രോഹിച്ച് പ്രതികാരം ചെയ്ത് കരയിക്കാൻ അച്ഛനും ഇല്ലല്ലോ. പ്രതികാരം തീർന്നില്ല അനന്തേട്ടൻ്റെ. അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവളത് പറഞ്ഞത്. അവർ അപ്പോഴേക്കും വരാന്തയിൽ നിന്നിരുന്ന ശ്രീദേവിയുടെ അരികിലെത്തിയിരുന്നു. ശ്രീദേവി വന്ന് ധ്വനിയുടെ കൈ പിടിച്ചു. നീ എന്താ മോളെ എൻ്റെ ഡ്രസ്സ് മാത്രം എടുത്തു വെച്ചത്? വേഗം നിൻ്റെ ബാഗ് റെഡിയാക്കി വാ. ഞാൻ വരുന്നില്ല അപ്പച്ചി. പിന്നെ നീ എവിടെ പോകുന്നു? അറിയില്ല എനിക്ക്. ഞാനിവിടെ നിന്നോട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് ദത്തേട്ടനോട്. ആരാരും ഇല്ലാതെ വഴിയരികിൽ നിന്ന് ഇവിടെ എത്തിപ്പെട്ടവർക്ക് പരിചരണം കൊടുത്ത് ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് നിന്നെ സ്വീകരിക്കാൻ കഴിയൂ എന്ന ഭയം കൊണ്ടാണെങ്കിൽ അത് വേണ്ട മോളെ. എൻ്റെ മകന് ഏറ്റവും യോജിച്ചവൾ നീ തന്നെയാണ്. നിനക്ക് വേണമെങ്കിൽ അനന്തൻ്റെ ഉദ്ദേശം അറിഞ്ഞപ്പോൾ തന്നെ തിരികെ പോകാമായിരുന്നു സ്വന്തം വീട്ടിലേക്ക്. നീ അത് ചെയ്തില്ല. എൻ്റെയും നന്ദൂട്ടൻ്റെയും കാര്യങ്ങളൊക്കെ വൃത്തിയായി ചെയ്തു തന്നു. ഇവിടെ വന്നപ്പോഴും ഒരു നിമിഷം പോലും എൻ്റെ അരികിൽ നിന്ന് മാറാതെ ഉറക്കൊഴിച്ച് എന്നെ പരിചരിച്ചതും ഞാൻ ബോധമില്ലാതെ ഉപദ്രവിച്ചപ്പോഴൊക്കെ ഒരു പരാതിയും പറയാതെ അതെല്ലാം സഹിച്ചതുമൊക്കെ ദത്തൻ എന്നോട് പറഞ്ഞിരുന്നു. ശരിയാ, നിൻ്റെ അച്ഛൻ, എൻ്റെ ഏട്ടൻ, കാരണം ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പക്ഷെ അതെല്ലാം എൻ്റെ വിധിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. മരിച്ചു മുകളിൽ നിൽക്കുന്ന ആളോട് വെറുപ്പ് വെച്ച് പുലർത്തിയിട്ട് ഇനി എന്തിനാ? എനിക്ക് നിൻ്റെയും ഇവൻ്റെയും കൂടെ താമസിക്കണം ഇനിയുള്ള കാലം. വേറൊന്നും വേണ്ട എൻ്റെ മോളുടെ മനസ്സിൽ. പോയി ബാഗ് എടുത്തിട്ട് വാ, അപ്പച്ചിയാണ് വിളിക്കുന്നത്. അവളുടെ കവിളിൽ തഴുകി ശ്രീദേവി പറഞ്ഞതും അവൾ അവരെ ഇറുകെ പുണർന്ന് കരഞ്ഞു. കരഞ്ഞു നിൽക്കാതെ ചെല്ലു പെണ്ണേ, അല്ലെങ്കിൽ ഞങ്ങളങ്ങ് പോകും കേട്ടോ. നീ ബസ്സിൽ വരേണ്ടി വരും. ശാസനയോടെ അവരത് പറഞ്ഞപ്പോൾ കണ്ണു തുടച്ച് ധ്വനി മുറിയിലേക്ക് ഓടി. ബാഗുമായി അവൾ തിരികെ വന്നപ്പോൾ അനന്തൻ അത് വാങ്ങി ഡിക്കിയിൽ വെച്ചു. ദത്തനോട് യാത്ര പറഞ്ഞ് ധ്വനി കാറിൽ കയറി. മഠത്തിനോട് യാത്ര പറഞ്ഞ് അനന്തൻ്റെ കാറ് കുതിച്ചു. അവർ 3 പേരും മാത്രമുള്ള അവരുടെ സ്വർഗത്തിലേക്ക്. ഏതാനും മാസങ്ങൾക്ക് ശേഷം രാവിലെ ഉറക്കമുണർന്ന ധ്വനി കൈകൂപ്പി പ്രാർത്ഥിച്ച് വേഗം കുളിച്ച് താഴേക്കിറങ്ങാൻ തുടങ്ങി. അതിനു മുൻപേ അനന്തൻ്റെ മുറിയിലേക്കൊന്ന് എത്തി നോക്കി. അവൻ ഉറക്കത്തിലാണെന്ന് കണ്ടതും വേഗം താഴേക്ക് പോയി. ശ്രീദേവി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. വേഗം ചായയ്ക്ക് വെള്ളം വെച്ചു. അത് തിളച്ചപ്പോൾ അതിൽ നിന്നൊരു കപ്പ് വെള്ളം ധ്വനി മാറ്റിവെച്ചു. ബാക്കിയുള്ളതിലേക്ക് പാലും തേയിലയും ഇട്ട് തിളപ്പിച്ചു. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിളക്കി. 2 കപ്പിലേക്ക് പാൽച്ചായ പകർന്നതിന് ശേഷം അതിലൊന്നെടുത്ത് ശ്രീദേവിക്ക് കൊണ്ടുപോയി കൊടുത്തു. അവളെ നോക്കി ഒന്ന് ചിരിച്ചതിന് ശേഷം അവർ കുളിക്കാൻ കയറി. തിരികെ വന്ന് നെറ്റിയിൽ ഭസ്മം തൊട്ട് ധ്വനി കൊണ്ടുവച്ച ചായ ഒന്ന് മുത്തിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. ധ്വനി അപ്പോഴേക്കും എന്തൊക്കെയോ പച്ചക്കറികൾ അരിയുന്ന തിരക്കിലായിരുന്നു. അനന്തം വന്നില്ലേ ഇതുവരെ ജോഗിങ്ങിന് പോയിട്ട്? ശ്രീദേവിയുടെ ശബ്ദം കേട്ടിട്ട് ധ്വനി ഒന്ന് തിരിഞ്ഞു നോക്കി. ഇന്നലെ ഓഫീസിൽ എന്തൊക്കെയോ വർക്ക് ഉണ്ടായിരുന്നു അപ്പച്ചി. വെളുപ്പിനാ കിടന്നത്, അതുകൊണ്ട് എഴുന്നേറ്റിട്ടില്ല. അവൻ എപ്പോഴും ഓഫീസ് എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ മോളെ? അവരുടെ ആ ചോദ്യത്തിന് ധ്വനി ഒന്ന് ചിരിച്ചു. ചുണ്ടിൻ്റെ കോണിൽ വിഷാദം പുരണ്ടൊരു ചിരി. കണ്ണിൻ്റെ കോണിൽ പടർന്ന നനവിനെ അവൾ വിദഗ്ധമായി അവരിൽ നിന്ന് ഒളിപ്പിച്ചു. അനന്തേട്ടൻ എന്നോടൊന്ന് സംസാരിക്കാറു പോലുമില്ല അപ്പച്ചി എന്നവളുടെ മനസ്സ് മന്ത്രിച്ചെങ്കിലും അവൾ അത് തുറന്നു പറഞ്ഞില്ല. മഠത്തിൽ നിന്ന് തിരികെ വന്ന അന്ന് മുതൽ തമ്മിൽ സംസാരിച്ചിട്ടില്ല രണ്ടാളും. ശ്രീദേവിയുടെ മുൻപിൽ വെച്ച് മാത്രം തമ്മിൽ നോക്കി ചിരിക്കും. ഇതെന്ത് നോക്കി നിൽക്കുക പെണ്ണേ? ദേ കുക്കർ കൂകി വിളിക്കുന്നു. അപ്പച്ചി പിന്നിൽ വന്ന് തട്ടിയതും ചിന്തകളിൽ നിന്നുണർന്ന് അവൾ വേഗം സ്റ്റവ് ഓഫ് ചെയ്തു. അപ്പച്ചി പുറത്തേക്ക് നടന്നതും അവൾ ഒന്നുകൂടി പിന്തിരിഞ്ഞു നോക്കിയിട്ട് പണികളിലേക്ക് കടന്നു. ബ്രേക്ക്ഫാസ്റ്റ് മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ മുകളിലേക്ക് കയറി. വെളുത്ത ഷർട്ടിന് മുകളിലൂടെ ഒരു ബ്ലാക്ക് ബ്ലേസർ ഇട്ടുകൊണ്ട് അവൻ കണ്ണാടി നോക്കുകയായിരുന്നു. ഡോറിൽ 2 തവണ തട്ടി അവൾ അകത്തേക്ക് കയറി. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അനന്തൻ.